ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫേസ് കളർ ചെയ്യാൻ പോവാണ്, ഷെയ്ഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന കളർ പെൻസിൽ ഒന്ന് ബ്രൗൺ കളർ ആർട്ട്ലൈൻ്റെ പെൻസിലാണ്, പിന്നെ ഒരെണ്ണം ഇത് ഡോമസിൻ്റെ പെൻസിലാണ്, ഒരു ബ്ലാക്ക് കളർ മാത്രം. എൻ്റെ ബ്ലാക്ക് തീർന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ഒരെണ്ണം ഡോമസിൻ്റെ ഒരെണ്ണം എടുത്താണ്. പിന്നെ പിങ്ക് കളർ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് കളർ കൂടുതലും വരുന്ന ഓറഞ്ച് കളറും യെല്ലോ കളറുമാണ്. ഇപ്പോൾ യെല്ലോ കളർ തന്നെ രണ്ട് യെല്ലോ ഉണ്ട്, ഇതൊരു യെല്ലോയും മറ്റേത് ക്രോം യെല്ലോ, അങ്ങനെ അത് എഴുതിയിരിക്കുന്നത്. അതായത് യെല്ലോ ഇച്ചിരി കടുപ്പം കൂടിയൊരു മഞ്ഞ കളർ അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് ഡ്രോയിങ് തുടങ്ങാം. ഇപ്പോൾ ഫസ്റ്റിൽ തന്നെ ഞാൻ വരയ്ക്കുന്നത് കണ്ണിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോയിൽ നോക്കുമ്പം മനസ്സിലാവും, അതിൻ്റെ ബ്ലാക്ക് അല്ല, അതിൻ്റെ കണ്ണിൻ്റെ ചുറ്റും ഒരു ചെറിയൊരു ബ്രൗൺ കളറാണ് വരുന്നത്. അപ്പം നമ്മൾ ആദ്യം ഒരു ബ്രൗൺ കളർ ഔട്ട്ലൈൻ പോലെ, കണ്ണിന് ഔട്ട്ലൈൻ പോലെ ചെയ്യുന്നു. ഒത്തിരി കടുപ്പത്തിൽ വേണ്ട, ജസ്റ്റ് ഒരു ഷെയ്ഡ് പോലെ മതി. ഫോട്ടോയിൽ വരുന്ന കളർ എന്താണോ അത് മനസ്സിലാക്കിയിട്ട് ആ കളർ തന്നെ സെലക്ട് ചെയ്ത് വരയ്ക്കുക. പിന്നെ ഞാൻ കണ്ണിൻ്റെ കൃഷ്ണമണി വരയ്ക്കാൻ ഉപയോഗിക്കുന്നത് സാധാ പെൻസിൽ തന്നെയാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ഉപയോഗിക്കാം. ഞാൻ ഈ പെൻസിലാണ് ഉപയോഗിക്കുന്നത്. അതായത് ജസ്റ്റ് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മായ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ പെൻസിൽ ഉപയോഗിക്കുന്നതാണ്. കണ്ണിൻ്റെ ഒരു ഭാഗം കറക്റ്റായിട്ട് നമ്മൾ വരച്ചില്ലെങ്കിൽ എന്താ പറയണ്ടേ, ആളിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോകും. അതായത് കണ്ണിലാണ് ഒരാളുടെ ജീവൻ, അതായത് ഡ്രോയിങ്ങിൻ്റെ ജീവനൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ണ് കറക്റ്റായിട്ട് വരച്ചില്ലെങ്കിൽ നമുക്ക് ആൾ തന്നെ മാറിപ്പോകുന്ന രീതിയിൽ ആയിപ്പോകും ഡ്രോയിങ്. പിന്നെ ഈ ഒരു കണ്ണ് വരയ്ക്കുമ്പോൾ അതിൻ്റെ മോൾ ഭാഗത്ത് ഷെയ്ഡിങ് കൂടുതലും വരുന്നത് ഔട്ട്ലൈൻ ഇടുന്ന സാധാ പെൻസിൽ ഉപയോഗിച്ചാണ്. അവിടെ കൂടുതലും ബ്ലാക്ക് കളറാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ ഈ പെൻസിൽ ഉപയോഗിക്കുന്നു. പിന്നെ ഇവിടെയും സെയിം മെത്തേഡ് തന്നെ ആ പെൻസിൽ ഉപയോഗിച്ച് തന്നെ കണ്ണിൻ്റെ കൃഷ്ണമണി വരയ്ക്കുന്നത്. പിന്നെ ബ്ലാക്ക് പെൻസിൽ, കളർ പെൻസിൽ ഉപയോഗിച്ച് ആദ്യം കണ്ണിൻ്റെ പിരിക്കാൻ ജസ്റ്റ് ഒരു ഷെയ്ഡ് പോലെ ചെയ്തിട്ട് അതിന് മുകളിൽ കൂടെ നമ്മൾ സാധാ പെൻസിൽ ഉപയോഗിച്ച് തന്നെ ഒന്നുകൂടെ കടുപ്പിച്ച് വരയ്ക്കുന്നു. ഇച്ചിരി കട്ടി നമ്മൾ വരയ്ക്കുന്നു. ഈ കളർ പെൻസിലാകുമ്പം ഒത്തിരി അമർത്തി പിടിച്ച് വരയ്ക്കേണ്ടി വരും, കളർ നല്ല ഇതായിട്ട് ഇറങ്ങി. അപ്പം ഇതാകുമ്പം സാധാ പെൻസിലാകുമ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു പ്രസ് ചെയ്ത് വരച്ചാൽ തന്നെ അവിടെ നമുക്ക് നല്ല ഇതായിട്ട് കിട്ടും, റിസൾട്ട് കിട്ടും. ഞാൻ കളർ പെൻസിൽ ഡ്രോയിങ് ഒരുപാട് ചെയ്തിട്ടൊന്നുമില്ല, ചെയ്തത് ഞാനും പഠിച്ചു വരുന്നേ ഉള്ളൂ. പിന്നെ അവിടെ ആ സെയിം മെത്തേഡ് തന്നെ ആ പെൻസിൽ ഉപയോഗിച്ച് തന്നെ ഈ സൈഡ് നമ്മൾ ചെയ്യുന്നു. പിന്നെ നമ്മൾ ഫേസ് ഷെയ്ഡിങ് തുടങ്ങുന്നു. അതിന് ആദ്യ ലെയറായിട്ട് നമ്മൾ കൊടുക്കുന്നത് യെല്ലോ കളറാണ്. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ കണ്ണിൻ്റെ ചുറ്റുമുള്ള ഭാഗം വരച്ച് തുടങ്ങുന്നു. അപ്പോൾ ആദ്യം ആ ഒരു ബോക്സിൽ കംപ്ലീറ്റ് ആയിട്ട് ആ യെല്ലോ കളർ കൊടുക്കുക. ഒത്തിരി കടുപ്പത്തിൽ നിന്ന് കൊടുക്കണ്ട, ജസ്റ്റ് ഒരു ഷെയ്ഡിങ് കൊടുത്താൽ മതി. ഫോട്ടോയിൽ നോക്കി കൂടുതലും കളർ നല്ല ഏത് കളറാണ് കൂടുതലും ഫേസിൽ വന്നേക്കുന്നത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ഷെയ്ഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഓറഞ്ച് കളർ അതിൻ്റെ പുറമെ സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ കൊടുക്കുന്നു. ഇപ്പോൾ ഈ ഫോട്ടോയ്ക്കകത്ത് കൂടുതലും ഹൈലൈറ്റായിട്ട് നിൽക്കുന്ന ഓറഞ്ച് കളറാണ് വരുന്നത്. അപ്പോൾ അത് അനുസരിച്ച് എവിടെയൊക്കെയാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയ ശേഷം ചെയ്യുക. പിന്നെ അതിൻ്റെ ഹൈലൈറ്റ് വരുന്ന ഭാഗത്തൊക്കെ യെല്ലോ കളർ തന്നെ വീണ്ടും ഉപയോഗിക്കുക. അതേപോലെ നമ്മൾ ഈ സൈഡും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോർട്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്, നമ്മൾ അത് ലൈറ്റ് അടിക്കുന്ന ഭാഗങ്ങൾ വൈറ്റ് ഏരിയാസ് ആയിട്ട് വരും, ആ ഭാഗങ്ങൾ ഒഴിച്ചിട്ടൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പം അവിടെ നമ്മൾ ഒഴിച്ചിടുകയാണെങ്കിൽ, വൈറ്റ് ഏരിയാസ് ആയിട്ട് നമ്മൾ ഇടുകയാണെങ്കിൽ, ഇവിടെ നമ്മൾ ആ ലൈറ്റ് അടിക്കുന്ന ഭാഗത്താണ് ഈ യെല്ലോ കളർ നമ്മൾ കൊടുക്കുന്നത് ഹൈലൈറ്റായിട്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ബാക്കി നമ്മൾ ചുറ്റും കൊടുക്കുന്നത്
ഓറഞ്ച് കളറാണ്. ഓറഞ്ച് കളറാണ് കൂടുതലും യൂസ് ആകുന്നത് നമുക്ക് ഇതിനകത്ത്. ഇപ്പോൾ കണ്ണിൻ്റെയൊക്കെ ആ ഭാഗത്ത് ഇച്ചിരി ഒരു കട്ടി കൂട്ടി കൊടുക്കണം. ഓറഞ്ച് കളർ തന്നെ ഇച്ചിരി കട്ടിക്ക്, അതായത് ഇച്ചിരി കട്ടിക്ക് നമുക്ക് ഷെയ്ഡ് ചെയ്യേണ്ട ആ ഭാഗം വരുന്നുണ്ട്. അവിടെ നിഴലടിക്കുന്നൊരു ഭാഗം വരുന്നുണ്ട്. അപ്പം അത് ഓറഞ്ച് കളർ ഉപയോഗിച്ച് തന്നെ ഒന്ന് ഇതാക്കുക. പിന്നെ ഇടയ്ക്ക് കൂടെ ജസ്റ്റ് പിങ്ക് കളർ, അതായത് ആ കണ്ണിൻ്റെയൊക്കെ ആ ഒരു മടക്ക് പോലെ വരുന്നത്, ആ സൈഡിൽ കൂടെ അവിടെ ഞാൻ പിങ്ക് കളർ ഉപയോഗിക്കുന്നുണ്ട്. പിങ്ക് കളർ ഇങ്ങനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഫുള്ളായിട്ട് നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ ആവശ്യം വരുന്നില്ല. പിന്നെ അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ അടുത്ത ബോക്സിൽ യെല്ലോ കളർ കൊടുക്കുന്നു. അപ്പം ഞാൻ വരയ്ക്കുന്ന ആ ഭാഗത്തേക്ക് ലൈറ്റ് കൂടുതൽ അടിക്കുന്ന ഭാഗമാണ്. നിങ്ങൾ ആ ഫോട്ടോ നോക്കിയാൽ മനസ്സിലാവും. അവിടെ കൂടുതലും യെല്ലോ കളർ പോലെ ഒരു വെളിച്ചടിക്കുന്നതിൻ്റെ ഒരു കളറാണ് അവിടെ വരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം കൂടുതലും നോക്കിയിട്ട് വരയ്ക്കുക. പിന്നെ സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ ഓറഞ്ച് കളർ ഉപയോഗിച്ച് ചെയ്യുന്നു. അത് ഫുള്ളായിട്ട് ചെയ്യുന്നില്ല, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകാം. ബോക്സിൽ തന്നെയാണെങ്കിലും അതിൻ്റെ താഴെ ഭാഗത്ത് യെല്ലോ കളറും മുകൾ ഭാഗത്ത് ഓറഞ്ച് കളറും വരുന്നത്. അപ്പോൾ അത് അനുസരിച്ചാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് നോക്കി തന്നെ കറക്റ്റായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാ പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നില്ല, ഇത് ബ്ലെൻഡായി വരാൻ നല്ല താമസമുണ്ട്. അപ്പം കുറേ ക്ഷമയോടെ ഇരുന്ന് വരയ്ക്കുക. ഞാൻ ഒരുപാട് സമയം എടുത്താണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ നല്ല സമയത്ത് തന്നെ വരയ്ക്കുക. ഓരോ ബോക്സ് നോക്കി ചെയ്താൽ മതി. പിന്നെ വരയ്ക്കുന്ന ബോക്സ് വരച്ച് കംപ്ലീറ്റ് ആക്കി നിങ്ങൾ ആ ലൈൻസ് മായ്ച്ചും വരിക. ലാസ്റ്റ് എല്ലാം വരച്ച് തീർന്നിട്ട് മായ്ക്കാൻ നിൽക്കേണ്ട, അത് വേറെ മായ്ച്ച് പോകുന്നതാണ് എളുപ്പം. പിന്നെ മായ്ക്കുമ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന കളർ മാഞ്ഞു പോകാതെ കറക്റ്റ് ആ ലൈൻസ് മാത്രമായിട്ട് മായ്ക്കാൻ നോക്കുക. അതിനുശേഷം കോട്ടൺ ബഡ്സ് എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ റൊട്ടേറ്റ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ ആ കളർ മിക്സ് ആയിട്ട് ഒരു സ്കിൻ ടോൺ അവിടെ ഉണ്ടാവും. നെറ്റിയുടെ ഭാഗമാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് കൂടുതൽ മഞ്ഞ കളറാണ്, അതായത് ലൈറ്റ് അടിക്കുന്ന ഭാഗമാണ് ആ ഭാഗം. അപ്പം അത് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് വരയ്ക്കുക. ആ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഓറഞ്ച് കളർ തന്നെ അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഭാഗം വരച്ച് കാണിക്കാത്തതാണ്, ഒരുപാട് വീഡിയോ ലെങ്ത് ചെയ്യാൻ കുറച്ച് ഭാഗം ഞാൻ കാണിച്ചിട്ടില്ല. അത്ര ഭാഗം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം ബാക്കി താഴേക്ക് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ഭാഗത്തും കൂടുതലും യെല്ലോ കളറാണ് യൂസ് ആകുന്നത്. അപ്പം അവിടെയും കൂടുതൽ യെല്ലോ കളർ തന്നെ കൊടുക്കുക. യെല്ലോ കളർ ഫുള്ളായിട്ട് കൊടുത്തതിന് ശേഷം താഴേക്ക്, അതായത് നമ്മൾ താഴെ ഭാഗത്ത് കൂടുതലും ഷാഡോസ് വരുന്ന ഭാഗമാണ്, അവിടെ ഓറഞ്ച് കളറും പിന്നെ ലൈറ്റ് അടിക്കുന്ന ഭാഗങ്ങൾ യെല്ലോ കളർ തന്നെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഷെയ്ഡ് ചെയ്യുക. പിന്നെ മൂക്കിൻ്റെ ഒക്കെ ഈ ഒരു സൈഡ് കൊണ്ട് ഇച്ചിരി ലൈറ്റ് അടിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്, കറക്റ്റായിട്ട് മനസ്സിലാക്കി അവിടെ യെല്ലോ കളർ എടുത്ത് കാണുന്ന രീതിയിൽ ഷെയ്ഡ് ചെയ്യുക. പിന്നെ ഈ ഒരു സൈഡിലേക്ക് ഓറഞ്ച് കളറാണ് കൂടുതലും യൂസ് നമുക്ക് ആവശ്യം വരുന്നത്. ആ മൂക്കിൻ്റെ ചെറിയൊരു അവിടെ ഒരു നേരിട്ട് വരുന്ന വര പോലെ വരുന്നുണ്ട്. അപ്പം ആ ഭാഗങ്ങളൊക്കെ ഓറഞ്ച് കളർ ഉപയോഗിച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഈ രീതിയിൽ വേണമെങ്കിൽ ഷെയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ബഡ്സ് ഉപയോഗിച്ച് റൊട്ടേറ്റ് ചെയ്യുന്ന രീതി കാണിച്ചില്ല, ആ രീതി വേണമെങ്കിലും പെൻസിൽ ഉപയോഗിച്ച് റൊട്ടേറ്റ് ചെയ്ത് ഷെയ്ഡ് ചെയ്യാം. പെൻസിൽ ഒരുപാട് അമർത്തി പിടിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ബലം കൊടുത്ത് ചെയ്താൽ മതി. പിന്നെ അമർത്തി പിടിച്ച് ചെയ്യേണ്ട ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗം ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് കൂടെ കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതായത് നമുക്കിനി ബാക്കി അടുത്ത പാർട്ടിൽ നമുക്ക് അതിൻ്റെ ആ വായുടെ ഭാഗവും മീശയൊക്കെ വരയ്ക്കുമ്പം അവിടെ കുറച്ച് സ്കിൻ ടോൺ ചെയ്യാൻ കിടപ്പുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പം അതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് ഈ ഭാഗങ്ങൾ ഷെയ്ഡ് ചെയ്താൽ മതി. ഇപ്പം മെയിനായിട്ട് അതിൻ്റെ കണ്ണിൻ്റെ മുകളിലത്തെ ഭാഗവും
മൂക്കിൻ്റെയും ആ കവളിൻ്റെയൊക്കെ ഭാഗം ഷെയ്ഡ് ചെയ്താൽ മതി. ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്ത പാർട്ടിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ലിപ്പൊക്കെ വരയ്ക്കുമ്പോഴത്തേക്കും ആ സ്കിൻ ടോൺ അവിടെ ശരിയായിക്കോളും. അപ്പോൾ നിങ്ങളെല്ലാം ഇത്ര ഒന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്യുക.